ഹായ്, കേരളത്തിലെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള അപേക്ഷ നമ്മുടെ LBS സെന്റർ വഴി ക്ഷണിച്ചിട്ടുണ്ട്. സോ അതിന് നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വരുന്ന ജൂലൈ 3 വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം അതിന് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ LBS center.kerala.gov.in നിങ്ങൾ ഈ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ് ശരിക്കും നിങ്ങളുടെ അപേക്ഷകൾ കൊടുക്കേണ്ടത്. LBS center.kerala.gov.in അവിടെ നിങ്ങൾ ക്വിക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് 2023. അതാണ് ശരിക്കും നിങ്ങളുടെ സൈറ്റ്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ലോഗിൻ ചെയ്യേണ്ടതും അതേപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ കൊടുക്കേണ്ടതുമായിട്ടുള്ള കാര്യം. സോ ജൂലൈ 3 വരെയാണ് ശരിക്കും അപേക്ഷ കൊടുക്കാനുള്ള സമയം. അപേക്ഷ കൊടുക്കുന്ന രൂപവും രീതികളും എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പ്രോസ്പെക്ട്സ് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷനിലേക്ക് പോയാൽ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും പറയുന്ന കാര്യം ഒന്ന് നിങ്ങളുടെ എലിജിബിലിറ്റി ആണ്. സോ എലിജിബിലിറ്റിയിൽ നമുക്ക് ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളാണ് ശരിക്കും അവിടെ പരിഗണിക്കുക. നമുക്ക് എന്തായാലും നോക്കാം. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങൾ ഇവിടെ നോക്കിയാൽ BSc നഴ്സിംഗ് MLT ഒപ്റ്റോമെട്രി പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കോഴ്സുകളിൽ ശ്രദ്ധിക്കണം, കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ VHSC ആണെങ്കിൽ അതിനെ തത്തുല്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പരിഗണിച്ചിട്ടുണ്ട്. അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയിൽ പാസ്സായിരിക്കണം. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ 50% മാർക്കോടെ ജയിച്ചവർ പ്രവേശനത്തിന് അർഹരാണ്. സിമിലർലി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളിൽ ഓരോന്നിനും സെപ്പറേറ്റ് പാസുമായിരിക്കണം. അതായത് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങൾ സെപ്പറേറ്റ് പാസ്സാവുകയും ടോട്ടൽ അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ 50% മുകളിൽ മാർക്ക് വേണം താനും. അപ്പൊ ഇതാണ് ശരിക്കും അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ കാണുന്ന വിഷയങ്ങളിലേക്കുള്ള BASLP കോഴ്സിന്റെ യോഗ്യതയും അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ VHSC എന്ന് പറയുന്ന കേരള ബോർഡ്സിന് തതുല്യമായ ബോർഡായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്. അവരുടെ കുറിപ്പിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് വയസ്സാണ്. വയസ്സ് യോഗ്യത പറയുന്നത് ശരിക്കും പറഞ്ഞാൽ BSc നഴ്സിംഗ് ആണ് നിങ്ങളുടെ കോഴ്സെങ്കിൽ BSc നഴ്സിംഗും പാരാമെഡിക്കലും 2 ടൈപ്പ് ഓഫ് കോഴ്സുകളാണ്. അതിൽ BSc നഴ്സിംഗ് ആണെങ്കിൽ 31 ഡിസംബറിൽ നിങ്ങൾ 17 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. ഈ 2023 31 ഡിസംബറിൽ. ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഇതാണ് ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വന്നാൽ ശരിക്കും പറഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് സർവീസ് കോട്ടയാണെങ്കിൽ 46 വയസ്സ് പ്രായപരിധിയും, അല്ലാത്ത കേസുകളിൽ നിങ്ങൾക്ക് പ്രായപരിധി ഇല്ല, അപ്പർ പ്രായപരിധി ഇല്ല. ലോവർ നിങ്ങൾ എന്തായാലും 17 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പൊ ഇതാണ് ശരിക്കും പ്രധാനമായും വായിക്കേണ്ട കാര്യം. അപ്പൊ ഇതിനകത്ത് നല്ല കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്താണ് എലിജിബിലിറ്റി, റാങ്ക് ലിസ്റ്റിന്റെ സമർപ്പണം, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഫീസാണ് അറിഞ്ഞിരിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ജനറൽ കാറ്റഗറിയോ അതർ സോഷ്യലി എക്കണോമിക് ബാക്ക്വേർഡ് സെക്ഷൻസ്, ഇപ്പം OBC ബാക്കിയുള്ള OBC കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പേ ചെയ്യേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്. ഒരു ആപ്ലിക്കന്റ് ഫീസ് പേ ചെയ്യേണ്ട 800 രൂപയും. അതേസമയം SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 400 രൂപയുമാണ് നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തേണ്ടത്. ബാക്കിയുള്ള ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ വരുന്ന ജൂലൈ 3 വരെയാണ് ശരിക്കും അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റും അലോട്ട്മെന്റ് പ്രോസസ്സും എല്ലാം നടക്കുക. സോ ഇഫ് യു ആർ എയിമിംഗ് ഫോർ BSc നഴ്സിംഗ് ഇൻ കേരളത്തിൽ BSc നഴ്സിംഗ് പഠിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാനാണെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ടും അപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച്.